ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മല്ലിയില കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഒരു മാസം വരെയെങ്കിലും നമുക്ക് മല്ലിയില കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത മല്ലിയിലയാണ്. ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ ഇതിൻ്റെ വെള്ളം തോരാനായിട്ട് വെക്കണം. വെള്ളം അല്പം ഇല്ലാത്ത രീതിയിൽ തന്നെ ഇത് എടുക്കണം. ഇനി നമ്മളൊരു ഗ്ലാസ് ബോട്ടിൽ വേണം എടുക്കാനുള്ളത്. പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും എടുക്കരുത്, ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുത്തിട്ട് അതിലേക്ക് ഈ മല്ലിയില, നമ്മൾ ഈ വെള്ളം തോർത്ത് വച്ചിരുന്ന ആ മല്ലിയില എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വച്ച ശേഷം, ഇത്തിരി കൂടുതലുണ്ടെങ്കിലും ഒന്ന് അകത്തോട്ടൊന്ന് വച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് വച്ച ശേഷം അടച്ച് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് ദിവസം അത് തീരുന്നത് വരെ തന്നെ അത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഏതെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അത് കൂടിപ്പോയ ഒരാഴ്ച, അതിനപ്പുറം ഒന്നും മല്ലിയില ഇരിക്കില്ല, അത് ചീത്തയായി പോവും. ഇതുപോലെ വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മല്ലിയിലയാണ്. ഞാനിതുപോലെ ഗ്ലാസ് ബോട്ടിലിൽ നേരത്തെ വെച്ചിരുന്നതാണ്. ഇത് ഏതാണ്ട് ഒരാഴ്ച കൂടുതലായി. ഇതിൽ നിറയെ ഉണ്ടായിരുന്നു. ഞാനിത് കുറേശ്ശെയൊക്കെ എടുത്ത് കറികൾക്കൊക്കെ ചേർത്ത ശേഷം ബാക്കി വെച്ചിരുന്നതാണ്. ഇതാ കണ്ടോ, ഇതിപ്പോഴും നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ആ പറിച്ചെടുത്തതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. ഇത് തീരുന്നത് വരെ തന്നെ ഇതുപോലെ ഫ്രഷായിട്ട് ഇരിക്കും. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും വയ്ക്കരുത്. അതുപോലെ പ്ലാസ്റ്റിക് കവർ അതിലൊക്കെ വെച്ചാലൊന്നും ഇത്രയും ദിവസം ഇരിക്കില്ല. ഈ ഗ്ലാസ് ബോട്ടിലിൽ തന്നെ സൂക്ഷിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലയും വേണമെങ്കിൽ ചെയ്യാം. കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഗ്ലാസ് ബോട്ടിലിൽ നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ ദിവസം ചീത്തയാകാതെ ഇരിക്കും. കണ്ടോ, ഇപ്പോഴും എന്ത് ഫ്രഷായിട്ടാണ് അതിരിക്കുന്നത് നോക്കി. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.